വെൽക്കം ടു TCS എജുമീഡിയ. TCS എജുമീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. In the previous classes, we have discussed about French Revolution. Today we are going to discuss about Napoleon Bonaparte. After the French Revolution, the French people had to survive under the autocratic rule of Napoleon Bonaparte for a short period. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയൻ ബോണോപ്പാർട്ട് എന്ന ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിൽ ഫ്രാൻസിലെ ജനങ്ങൾക്ക് വീണ്ടും നിൽക്കേണ്ടി വന്നു. അവരുടെ കീഴിൽ നിൽക്കേണ്ടി വന്നു. Then the French people, they revolted in the French Revolution for noble aims. പവിത്രമായ ലക്ഷ്യമായ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി എന്ന 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ ഫ്രഞ്ച് റവല്യൂഷൻ നടത്തിയതെങ്കിലും അതിന് ശേഷവും അവർക്ക് നെപ്പോളിയൻ ബോണോപ്പാർട്ട് എന്ന ഒരു ഏകാധിപതിയുടെ കീഴിൽ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. Now we are going to discuss about Napoleon Bonaparte and the French Revolution. Then what about Napoleon Bonaparte? Napoleon Bonaparte played a crucial role in defeating the European alliance which was formed under the leadership of Britain against France after the French Revolution. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും കൂടിയിട്ട് ഫ്രാൻസിനെതിരെ പോരാടാൻ വന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ സഖ്യത്തെ തോൽപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരാളായിരുന്നു നെപ്പോളിയൻ ബോണോപ്പാർട്ട്. അതായത് ബ്രിട്ടൻ്റെ കീഴിൽ ഉള്ള ഒരു സഖ്യവുമായി ഫ്രാൻസിന് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഫ്രാൻസിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ നന്നായി പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു നെപ്പോളിയൻ ബോണോപ്പാർട്ട്. He came to the power in France in 1799. 1799 നെപ്പോളിയൻ ബോണോപ്പാർട്ട് ഫ്രാൻസിൽ ഭരണത്തിൽ വരുന്നത്. Though an autocrat, he contributed several reforms in France. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും ഫ്രാൻസിൽ ഒരുപാട് നല്ല പരിഷ്കാരങ്ങളും മാറ്റങ്ങളും കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണോപ്പാർട്ട്. Then what was the reforms put forwarded by Napoleon Bonaparte? നെപ്പോളിയൻ ബോണോപ്പാർട്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? The reforms of Napoleon were stimulated by the ideas and aims of French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ലക്ഷ്യങ്ങളിലും തത്വങ്ങളിലും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ നെപ്പോളിയൻ ബോണോപ്പാർട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് വളരെ വലിയ ഒരു സത്യം. Then what are the reforms of Napoleon? The first one is farmers were made the owners of land. എല്ലാ കൃഷിക്കാർക്കും അവർക്ക് ഓരോ ഭൂമിയും അവരുടെ ഉടമസ്ഥതയിൽ അദ്ദേഹം നൽകി. The second one is exercised states control over the clergy. പുരോഹിതന്മാർക്കുമേൽ അവർ രാജ്യത്തിൻ്റെ ഒരു കൺട്രോൾ, നിയന്ത്രണം ഏർപ്പെടുത്തി. Then the third one is formed sinking fund with the aim to avoid public debt. പൊതുകടം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ഒരു സിങ്കിങ് ഫണ്ട് ആരംഭിച്ചു. And the fourth one, he established Bank of France to centralize finance. ഫ്രാൻസിൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കേന്ദ്രീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. And the fifth one, he constructed several roads for transportation. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അദ്ദേഹം ഫ്രാൻസിൽ ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി. And the last one and the famous one is he prepared a new code of law by codifying the existing laws. ഫ്രാൻസിൽ ഇപ്പോഴുള്ള എല്ലാ നിയമങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു
നിയമസംഹിത രൂപം കൊടുത്തു. ദീസ് ആർ ദ 6 റിഫോംസ് പുട്ട് ഫോർവേഡ് ബൈ നെപ്പോളിയൻ ബോണോപ്പാർട്ട് ഡ്യൂറിങ് ഹിസ് റൂൾ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഫ്രാൻസിലെ ജനങ്ങൾക്കായി കൊണ്ടുവന്ന ഏറ്റവും നല്ല പരിഷ്കാരങ്ങളും മാറ്റങ്ങളുമായിരുന്നു ഇത്. ഡ്യൂറിങ് ദ ടൈം ഓഫ് നെപ്പോളിയൻ, നാഷണലിസം സ്ട്രെങ്തൻ ഇൻ ഫ്രാൻസ്. നെപ്പോളിയൻ്റെ ഭരണകാലത്ത് ദേശീയത ഫ്രാൻസിൽ വളരെ ശക്തമായി. നെപ്പോളിയൻ ക്യാപ്ചേർഡ് 1 by 1 യൂറോപ്യൻ നാഷൻസ്. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളെയും നെപ്പോളിയൻ പിടിച്ചടക്കാൻ തുടങ്ങി. Then the European countries feared the reforms of Napoleon. അപ്പോൾ നെപ്പോളിയൻ്റെ ഈ പരിഷ്കാരങ്ങളെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ഭയപ്പെട്ടു. ബിക്കോസ് he will capture all the European nations and the whole Europe became under the control of Napoleon Bonaparte. ഈ ഒരു രീതിയിലൂടെ അദ്ദേഹം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും പിടിച്ചടക്കി യൂറോപ്പ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിലാകുമോ എന്ന് അവർ പേടിച്ചു. Then the European countries organized under the leadership of England to fight against Napoleon. അങ്ങനെ നെപ്പോളിയനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരുമിച്ച് കൂടി. They feared the ideals and aims and concept of French Revolution, not Napoleon. ഫ്രഞ്ച് റവല്യൂഷൻ്റെ തത്വങ്ങളെയും ലക്ഷ്യങ്ങളെയും കൺസെപ്റ്റിനെയുമായിരുന്നു അവർ പേടിച്ചിരുന്നത്. അവർക്ക് നെപ്പോളിയനെ അല്ലായിരുന്നു പേടി. സോ ദേ ഡിസൈഡഡ് ടു ഫോട്ട് അഗെയിൻസ്റ്റ് നെപ്പോളിയൻ ബോണോപ്പ്. അങ്ങനെ യൂറോപ്യൻ സഖ്യകക്ഷികൾ നെപ്പോളിയനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അറ്റ് ലാസ്റ്റ് ഇൻ 1815 എ വാർ ഒക്കേർഡ് ബിറ്റ്വീൻ നെപ്പോളിയൻ ബോണോപ്പാർട്ട് ആൻഡ് യൂറോപ്യൻ അലിയൻസ്. യൂറോപ്യൻ സഖ്യകക്ഷികളും നെപ്പോളിയൻ തമ്മിൽ 1815 ഒരു യുദ്ധം നടന്നു. ദാറ്റ് വാർ ഈസ് നോൺ ആസ് വാട്ടർലൂ എന്ന യുദ്ധമാണ് നടന്നത്. ഇൻ ദിസ് ബാറ്റിൽ നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ യൂറോപ്യൻ അലിയൻസ് ആൻഡ് ഹി ലോസ്റ്റ് ഹിസ് പവർ ഇൻ 1815. അങ്ങനെ നെപ്പോളിയൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയും 1815 നെപ്പോളിയന് അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. ഫ്രം ദിസ് ഡിസ്കഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് reforms and policies of Napoleon have a similarity with the concept and ideals and aims of French Revolution. ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും ഫ്രഞ്ച് റവല്യൂഷൻ്റെ തത്വങ്ങളും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ? ഫ്രഞ്ച് റവല്യൂഷൻ്റെ കൺസെപ്റ്റ് എന്താ? ദ ഫസ്റ്റ് വൺ, ഇക്വാലിറ്റി. അത് നമുക്ക് വേറെ രീതിയിൽ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. എല്ലാവർക്കും സമമാകണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റ് വലിയ രീതിയിൽ, മൂന്നാമത്തെ എസ്റ്റേറ്റ് താഴ്ന്ന, അങ്ങനെയല്ല, മിഡിൽ ക്ലാസ്സും ഉയർന്നു വരണം. അതാണ് ഇക്വാലിറ്റി. ദ സെക്കൻഡ് വൺ, എൻഡ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം തകരണം, എന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ടാവണം, ലിബർട്ടി. ദ തേർഡ് വൺ, നാഷണലിസം, ദേശീയത ഉണ്ടാവുമ്പോഴേ എല്ലാവരും ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ, നമ്മളെല്ലാവരും ഒന്നാണ്. It is fraternity. These are the concepts of French Revolution. These concepts have a more similarity with the reforms of Napoleon. നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളുമായി ഇതിന് വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഈസ് റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ദെൻ ഫ്രം ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ which have the similarity with this concept, we can look through that. The first one is exercise the state's control over the clergy. പുരോഹിതന്മാരുടെ മേൽ രാജ്യം നിയന്ത്രണം ഏർപ്പെടുത്തി. ഫോർമഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം ഒഴിവാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് തുടങ്ങി. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ്ഡ് ഫിനാൻസ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ്. ഒരുപാട് റോഡുകൾ സ്ഥാപിച്ചു. പ്രിപ്പയർഡ് ന്യൂ കോഡ് ഓഫ് ലോ. പുതിയ നിയമസംഹിത രൂപീകരിച്ചു. ദീസ് 5 റിഫോംസ് ഓഫ് നെപ്പോളിയൻ ഹാവ് എ സിമിലാരിറ്റി വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ് എന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ കൺസെപ്റ്റുമായി ഈ 5 റിഫോംസിന് നല്ല സിമിലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. The second concept of French Revolution is end of feudalism. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. Then from the reforms of Napoleon,
which have the similarity with this concept? We can look through that. The first one is farmers first made the owners of land. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അതോടുകൂടി ഫ്യൂഡലിസം തകരുമല്ലോ. The second one, exercised the state's control over the clergy. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതോടുകൂടി പുരോഹിതന്മാരുടെ മേൽക്കോയ്മ പോവുകയും ഫ്യൂഡലിസം തകരുകയും ചെയ്യും. The last one is prepared new code of law. എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ള നിയമസംഹിത കൊണ്ടുവന്നു. These three reforms of Napoleon have a similarity with the concept of French Revolution, end of feudalism. The third concept of French Revolution is nationalism, ദേശീയത. From the reforms of Napoleon, which have the similarity with this concept, ഈ കൺസെപ്റ്റുമായി ഏതൊക്കെ റിഫോംസിനാണ് ഇതുമായി ബന്ധമുള്ളത്? We can look through that. Napoleon constructed several roads for transportation. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റോഡുകൾ നെപ്പോളിയൻ ബോണോപ്പാർട്ട് ഉണ്ടാക്കി. Then Napoleon Bonaparte established Bank of France to centralize finance. സാമ്പത്തികപരമായ കാര്യങ്ങൾ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രിപ്പയർഡ് ന്യൂ കോഡ് ഓഫ് ലോ. എല്ലാവർക്കും ഒരുപോലെ തുല്യ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ നിയമസംഹിത കൊണ്ടുവന്നു. Three reforms of Napoleon have a similarity with the concept of French Revolution, nationalism. ദേശീയത എന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയൽസുമായിട്ട് ഈ നെപ്പോളിയൻ്റെ റിഫോംസിനൊക്കെ ഒരു സാമ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് നാഷണലിസം? ഓൾ ആർ ഈക്വൽ. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത. ആ ഒരു ചിന്തയും റിഫോംസ് ഓഫ് നെപ്പോളിയനിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനിലും ഉണ്ടായിരുന്നു. So we can understand that the reforms of Napoleon and the concept of French Revolution have a more similarity. അത് തമ്മിൽ വളരെയധികം സാമ്യത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. This topic is over. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. We will continue in the next video about the Latin American Revolution. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന ചർച്ചയുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും തുടരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.